അപ്പോൾ തുണീസാ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാ ഈ നിൽക്കുന്ന കേൾക്കണ്ട. ഇവന് ഒരുപാട് 3-4 ബസ്സിന്റെ ഓണറാണ്. ഒരു ഭാരത് ബെൻസ് ഉണ്ട്, ഒരു വേറെ ലോറി ഉണ്ട്, സ്വന്തമായിട്ട് 2 KSRTC ഒക്കെ ഉണ്ട്. അത്രയും വലിയൊരു ചെക്കനാണ്, ഒരു എഞ്ചിനീയർ. 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, വലിയൊരു എഞ്ചിനീയറും കൂടിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോസ് എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കാണണം കേട്ടോ, കാരണം ഇവന്റെ ഭാവി നമ്മളെ കയ്യിലാണ് അല്ലേ. അപ്പം ഞാൻ ആദ്യം ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല. ആദ്യം ഇവന്റെ വർക്കുകൾ അതായത് വണ്ടി കച്ചവടമാണ്. അതായത് ഫസ്റ്റ് സെക്കൻഡ് ഹാൻഡിന്റെ കച്ചവടം ഇല്ല അല്ലേ, ഫസ്റ്റ് മാത്രം. പുതിയ KSRTC, ഭാരത് ബെൻസ്, ലോറി, പുതിയ ബസ്സുകളൊക്കെയാണ് ഇവന്റെ വിൽപ്പന. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം ആദ്യം നിങ്ങൾക്ക്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ തോണിസാ ഇവിടെ അതെ നമ്മളെ വണ്ടീൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ ആടുതോമേല വണ്ടിയാടാ അത്. ആടുതോമേല, പിന്നെ അതേപോലത്തെ തടി ലോറി. ഇതാ ഒരു എന്താ പറയാ, ഇതിനിപ്പോ എന്താ പറയലേ, 800. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നോക്കിയാൽ നിങ്ങൾ ജാതി പെർഫെക്ഷൻ എന്ന് പറയാം, ഒരു രക്ഷയില്ല. ആടുത്തോമൊക്കെ അത് കട്ടൊക്കെ നിൽക്കണേ. അതേപോലെ KSRTC നല്ല നീളമുള്ളത്. എങ്ങോട്ട് പോണ്? പാലക്കാട്ടുക്കാ. SF എന്താണ് പാലക്കാട് സൂപ്പർ ഫാസ്റ്റ്. അടിപൊളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണ്. ഇത് പൊടി പിടിച്ചിക്കണല്ലോടാ. ഇത് കഴിഞ്ഞ കൊല്ലത്തെ അതേ സാധനമാണ്, പുതിയതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ അല്ലേ. ചെറിയൊരു KSRTC ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് പഴയത്, ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് കല്ലയിൽ. ഇതൊക്കെ ഇതിന്റെ ഓണർമാർ വന്ന് വാങ്ങിക്കൊണ്ടുപോയിക്കോളാ. അതൊരു KSRTC. അത് KSRTC. ഇത് ചെറുത്, പുതിയ മോഡൽ അല്ലേ, പഴയ മോഡല് അല്ലേ. ഓക്കെ, ചെറിയൊരു KSRTC ഉണ്ടാക്കി വെച്ചിന്. KSRTCന്റെ ഒരു സ്വഭാവമാണ്, അത് നിങ്ങൾക്ക് കണ്ടാലും അറിയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഗ്യാപ്പ് കിട്ടി അവിടെ കുത്തി തിരികാൻ നോക്കും. ഇങ്ങനെ പുറത്ത് സ്ഥലം ഉണ്ടോ എന്ന് ഇല്ലയെന്നൊന്നും ഓല് നോക്കൂല കേട്ടാ. ഇവിടെ സ്ഥലം ഉണ്ടോ ഇല്ലേന്നുള്ള ഓലൊരു വിഷയമല്ല. പിന്നെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോഴൊരു പ്രത്യേകത ഇതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം വരും, അതിൻ്റെ സൗണ്ടും ഉണ്ടാവും. അടിപൊളി. നമ്മളെ മറ്റേ എന്താ പറയുക, ആരും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ്, അത് ഞാൻ പറയുന്നില്ല, അത് പോട്ടെ. നമ്മൾ കാര്യത്തിലേക്ക് വരാം. അപ്പം ഇതാണ് നമ്മളെ ബസ്, അതേപോലെ KSRTC. ഓക്കെ, ഇനി ഒരു ഭാരത് ബെൻസ് ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അത് മൊത്തത്തിൽ എൻ്റെ വണ്ടി ഞാൻ കൈകിട്ട് 2 ദിവസം കിട്ടും. ഞാൻ ഫുൾ ഓട്ടമായിരുന്നു, അതുകൊണ്ട് ഇതിൽ ചളി ഉണ്ടാവും, അതാരും കമൻറ്റ് ചെയ്യണ്ട. ഇതാണ് ഭാരത് ബെൻസ്, പക്ക ഒറിജിനൽ. ആ ഒരു പെർഫെക്ഷൻ നോക്കി നിങ്ങൾ, ആ റോഡിലൂടെ പോകുന്ന അതേപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ, രക്ഷയില്ല കേട്ടാ. കീട്ടിലെ ലുക്കിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവന്റെ ഒരു വീഡിയോ കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തപ്പോൾ ഒരു 100 ആൾക്കാർ മെസ്സേജ് ഉണ്ടായിരുന്നു, വർക്ക് ചെയ്യുക, ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിരിക്കണേ ഇഷ്ടംപോലെ കോള് വരും, അത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം വീഡിയോ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് 3-4 വർക്ക് ചെയ്തു കൊടുത്തത്. ക്ലാസ് 10ാം ക്ലാസ്സല്ലേ, ജീവിച്ചു പോണ്ടേ, വീട്ടിൽ നിന്ന് സീനാണ്. ഇനിയിപ്പോ വരുന്ന സമയത്ത് 3-4 മാസം ലീവ് തന്നെ. ഓക്കെ, അപ്പൊ നീ പറ, എന്താണ് ഞാൻ ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്? നീ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറ. എന്റെ വണ്ടി മൊത്തത്തില് ഓന്റെ വണ്ടി കേട്ടാ, ഫുള്ള് കയറ്റി വെച്ചിക്കണേമ്പില്. പറ ഇങ്ങോട്ട്. ഓക്കെ, എങ്ങനെ ഉണ്ടാക്കണ പറഞ്ഞ പോരെ. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഇത് ഫോം ഷീറ്റ് വെച്ചാ ചെയ്യണേ. ഫോം ഷീറ്റ്. ഇതിപ്പോ കാർ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇന്റെ കാർ ഉണ്ടാക്കാൻ പറ്റുമോ? എന്നാ അടുത്ത വീഡിയോയില് കാർ ഉണ്ടാക്കണം. അടുത്ത വീഡിയോക്ക് സെറ്റ് ആവും. സെറ്റ് അല്ലേ? അടുത്ത കൊല്ലല്ല, ഇവിടെ 10 ദിവസം കൊണ്ട് ഇന്റെ കാർ ഒന്ന് ഫസ്റ്റ്. എന്നിട്ട് അതിന്റെ പെർഫെക്ഷൻ നോക്കിയിട്ട് വേണം എനിക്ക് എത്ര ആളുകൾ കാർ ഉണ്ടാക്കണമെന്ന്. കാരണം ഇത് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ ഡാഷ്ബോർഡിൽ വെച്ചാൽ നല്ല ലുക്കേ കാരണം. നമ്മളെ സ്വന്തം വണ്ടിയൊക്കെ ആകുമ്പോൾ കൂടുതൽ വലിയ വണ്ടിയാണ് ഒന്നും കൂടി ഉണ്ടാക്കാൻ സുഖം. ഇതേപോലത്തെ ഓരോന്ന്. പിന്നെ ആടുതോമ അല്ല, ഇത് കുറച്ച് റിസ്ക് ആട്ടോ ചെയ്യാൻ. എന്താ ഇത് ഇവിടൊക്കെ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചെയ്യാൻ സുഖം KSRTC. പണിയൊന്നുമില്ല, ഭയങ്കര സുഖമാണ്. പക്ഷെ അത് അപ്പുറത്തുള്ള മറ്റേ കല്ലയിൽ എന്ന് പറഞ്ഞ ബസ് അല്ല, ഈ ഏത് ടൂറിസ്റ്റ് ബസ് എനിക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ? ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ മുതലാളി പറഞ്ഞാല് ഞങ്ങളെ ബസ് ഇതേപോലെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്തൂടെ? ഓക്കെ, അപ്പൊ അത് കണ്ടുവെച്ചോളിട്ടോ. എല്ലാ ടൂറിസ്റ്റ് ബസ്സുകാരും അവരെ മുന്നിൽ ഇതേപോലെ ഒരു ബസ്, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ നിങ്ങളെ ബസ്സിന്റെ അതേ ബോഡി, പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഭാരത് ബെൻസ് അല്ലേ, ഭാരത് ബെൻസ് ഉണ്ടാക്കി കൊടുക്കൂലേ? ഇതാ പെർഫെക്ഷൻ നോക്കിയാളെ, ആ മുകളിലത്തെ ലൈറ്റ് ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഡോർ തുറക്കണോ? ഡോർ തുറക്കണം, ഡോർ വരെ തുറന്നു തരും കേട്ടോ. അടിപൊളി. ഓക്കെ, ഇത് കുറച്ച് പഴയ ബസ്സാണ്, കുറച്ച് വഴക്കുണ്ട്. പിന്നെ അത് കട്ട വെച്ചിട്ട് എൻ്റെ വണ്ടീൻ്റെ മേലെ സ്ക്രാച്ച് പറ്റാനേ കാണിച്ചടാ. അതേപോലെ KSRTC ബാക്കൊക്കെ കൊണ്ടുവച്ചിട്ട് അവിടെയും കട്ട വെച്ചിട്ടുണ്ട്. കണ്ട അതിൻ്റെ ഒരു ഫിനിഷിങ് നോക്കിയാണ് KSRTCൻ്റെ പക്ക അടിപൊളി. പഴയ മോഡലാണ് അല്ലേ, പണ്ടത്തെ സാധനം. ഓക്കെ, നീ പറ, ഇത് പറ. ഇവിടേക്ക് ഈ ലോറി ബസ്സൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഒക്കെ ഫോം ഷീറ്റ്. ഫോം ഷീറ്റ് കാരണം എന്താണ്?
ഫോം ഷീറ്റ് എന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ മാൻ കാണിക്കണ്ട. ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ വെള്ളം തട്ടി കേടൂല, ഒന്നും പറ്റൂല. പിന്നെ അതിനനുസരിച്ച് നമ്മള് പുട്ടി പെയിന്റ് ഒക്കെ ഫുള്ള് വണ്ടിക്ക് അടിക്കുന്നതൊക്കെ സെയിം പെയിന്റ് തന്നെ, വണ്ടിക്ക് അടിക്കുന്ന പെയിന്റ് തന്നെ ആണ്. അപ്പൊ ഇന്റെ വണ്ടി ഉണ്ടാക്കുമ്പോ ഈ പേൾ വൈറ്റ് ആണ് അടിക്കേണ്ടത് കേട്ടാ. അത് ഞാൻ കടയിൽ പറഞ്ഞ് ചെയ്യിച്ചോണ്ട് കടയിൽ പറഞ്ഞ് റെഡി ആക്കാം. പെയിന്റ് കടയിൽ കൊടുക്കില്ല, പെയിന്റ് മേടിക്കണ്ടേ? അടിച്ചാല് ഇതേപോലെ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഉണ്ടാക്കുമ്പോ ഏറ്റവും പെർഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കിക്കോ, എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുള്ളൂ. സെറ്റാണ്. ഇപ്പൊ ബസ്സുകള്, അതേപോലെ നമ്മളെ ലോറികള്, ഭാരത് ബെൻസ് അല്ലേ, അതേപോലെ ടൂറിസ്റ്റ് ബസ്, ഈ ലൈനിൽ ഓടുന്ന ബസ്സുകളൊക്കെ ഉണ്ടാക്കൂലേ നമ്മളെ എർണിക്കല്, ഈ ഫിനൂസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കൂലേ? എത്ര ദിവസം വേണം ഒന്ന് ഉണ്ടാക്കാന്? ഇപ്പൊ കൂടി പോയ 15 ദിവസം കൊണ്ട് ഞാൻ ചെയ്ത് തീർക്കും. 15 ദിവസമൊക്കെ വേണം? കുറച്ച് കൂടുതൽ. ലൈൻ ബസ് ചെയ്യാൻ 3-4 ദിവസം മതി. ഞാൻ 2 ദിവസം കൊണ്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ അജ് വിചാരിച്ച 2 ദിവസം കൊണ്ട് വിചാരിക്കൂല. അന്ന് ചോറും കൂടി തിന്നാതെ രാത്രി വരെ കഷ്ടപ്പെട്ടില്ല. കുറച്ചൊക്കെ കഷ്ടപ്പെടണം, എന്നാലും പെട്ടെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഏതാ ഒന്നിന്റെ വർക്ക് നടക്കുന്നുണ്ടല്ലോ തമിഴ്നാട്. എങ്ങനെ ഓർഡർ കിട്ടി? അത് അയാള് ഫേസ്ബുക്കിൽ കണ്ട് വിളിച്ചാ നമ്മളെ വീഡിയോ. അപ്പൊ നമ്മള് പണ്ട് ഒരു കൊല്ലം മുമ്പ് ചെയ്തതിനും ബിസിനസ് ഇപ്പൊ നടക്കണ്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇതാ കണ്ടില്ലേ, അപ്പൊ എന്റെ വണ്ടി ഇപ്പൊ എന്റെ വീട്ടില് കയ്യിലുള്ള വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ കേട്ടാ. അപ്പൊ തുണീസാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ബസ്സോ കാറോ ജീപ്പോ ഭാരത് ബെൻസോ KSRTC എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്തോളെ. നമ്പർ എന്ന് പറഞ്ഞാൽ 80861249. അപ്പോൾ തുണീസാ, ഇന്ന് ചെക്കൻ്റെ ഈ കഴിവ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനക്ക് ഒരു ചെറിയ ഒരു സഹായം ഒക്കെ ആവാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് കാണാൻ മറക്കല്ലിട്ടാ. ഇതൊക്കെയാണ് അവൻ്റെ കരവിരുതുകൾ. ഇതൊക്കെ കുറച്ച് പണിയാണ്. ആ പെർഫെക്ഷനൊക്കെ നോക്കിങ്ങളെ. മാരുതി 800. അല്ലോ, ഇതെന്താടാ മാരുതി 800 ഈ സാധനം ഉണ്ടാ മേല? ഓർഡർ തന്ന ആളെ വണ്ടിക്ക് ഇതേപോലെ ഉണ്ട് മാരുതി 800. ഇതൊരാൾ ഓർഡർ തന്നാ എനിക്ക്. അപ്പൊ ഉണ്ടാക്കിയതാണ്. നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വിളിച്ചാ ആണ്. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഇതിന്റെ ഒന്ന് കമ്മീഷൻ നമുക്ക് കിട്ടുന്നില്ലല്ലോടാ. അടുത്തവർക്ക് സെറ്റ് ആയി ഞങ്ങളെ ഒരു ദിവസം മന്തിയൊക്കെ ഞാൻ കൊണ്ടുപോകും. അടിപൊളി. ഓക്കെ, അപ്പൊ മുത്തുമണി സാർ അടുത്ത മന്തി കഴിക്കുന്നതോടൊപ്പം ഈ അമേസിന്റെ ഒരു പിന്നെ വർക്കും ചെയ്തിരിക്കും അല്ലേ? അടുത്ത മന്തി കഴിക്കലും അമേസ് കാണിക്കലും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് ഈ മുത്തുമണിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അജാതി പെർഫെക്ഷൻ ആണ് ഓരോ വർക്കിലും, അടിപൊളിയാണ്. പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവനക്ക് എന്താ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, പേരെന്താ? വണ്ടി മേക്കർ അഗുൽ. വണ്ടി മേക്കർ അഗുൽ. അഗുൽ. ആ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കുക. അതേപോലെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിന്റെ പേരോ അഗുൽ KL84. അഗുൽ KL84. വണ്ടി മേക്കർ അഗുലിന് അടിച്ചാലും കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതിൽ കയറി നോക്കുക. ഇവൻ ചെയ്ത വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ പുതിയ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ചെയ്യാനുള്ളതൊക്കെ അപ്ഡേഷൻ അതിൽ കൊടുക്കൂലേ? അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ പെർഫെക്ഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇവനെ കോൺടാക്ട് ചെയ്തോളൂ. ഇവൻ്റെ വീട് കൊണ്ടോട്ടിയാണ്, നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ ഇവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇവൻ ഇനിയൊരു 3-4 മാസം ഫ്രീ ആണ്. ആ 3-4 മാസം ഇവനക്ക് അടിച്ചു പൊടിക്കാനുള്ള എന്തിനാണ് എനിക്ക് ക്യാഷ്? അല്ല, ഞാൻ അങ്ങനെ ഇതാക്കി എപ്പോൾ ഒരു ക്യാമറ എടുത്ത് നമുക്ക് ഇതിന് ക്യാമറ ബസ് ഉണ്ടാക്കുന്ന ക്യാമറ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ എടുക്കണ്ടേ, അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്യണ്ടേ നമ്മള്. ക്യാമറ എടുക്കാനുള്ള പൈസ എങ്ങനെ കിട്ടി? വർക്ക് ചെയ്ത് നിങ്ങളെ നമ്മൾ കാരണം ഉണ്ടാക്കി ക്യാഷ് കൊണ്ട് ഇപ്പൊ ക്യാമറ വാങ്ങി. ഇനി അടുത്തെന്താണ്? അടുത്ത് അതിന് നല്ലൊരു ക്യാമറ എടുക്കണം തന്നെ. ഒരു കാര്യം ചെയ്യും, ഇവർക്ക് നല്ലൊരു നമ്മൾ ടൂറിസ്റ്റ് ബസ് അല്ല അങ്ങനത്തെ ബസ്സുകളൊക്കെ ഉടമകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് നല്ലൊരു അടിപൊളി പെർഫെക്ഷൻ ഒരു വണ്ടി ഉണ്ടാക്കി കൊടുത്താൽ ആ ഒരു ക്യാമറ അവർ സ്പോൺസർ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ തുണീസാ, ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ പയ്യനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോസ് ഇത്ര തന്നെ ഉള്ളൂ, ചെറിയ വീഡിയോസാണ്. ഇവനൊന്ന് സപ്പോർട്ട് ചെയ്താണ്. വെക്കേഷനിലെ വരുന്നത്, വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ, എന്തെങ്കിലും 4 ഉറുപ്പിക ഉണ്ടാക്കിക്കോട്ടെ വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താണ്. അപ്പോൾ ഒരു ടാറ്റ കൊടുത്താളെ. ബൈ. ബൈ.